ഹായ് കുഞ്ഞുങ്ങളെ, നമുക്ക് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ അത് വളരെ ഇമ്പോർട്ടന്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ഫൈൻഡ് ആർ ഇസ് ഈക്വൽ ടു ഫൈൻഡ് ആർ ഇഫ് 5 into 4pr is equal to 6 into 5pr minus 1. നമുക്ക് ഇതിനകത്ത് അറിഞ്ഞിരിക്കണ്ടേ npr എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ എന്നാണ് ഇക്വേഷൻ. ഇംപ്രൂവ്മെന്റ് വേണ്ടി എടുക്കുകയാണ്, ശ്രദ്ധിച്ചോണം. അപ്പൊ നമ്മൾ കുറെ പഠിച്ചതാണ് നിങ്ങൾ എങ്കിലും. npr n ഫാക്ടോറിയൽ ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ പെർമ്യൂട്ടേഷൻ ആണ്. np0 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ് അല്ലെ. n ഫാക്ടോറിയൽ ബൈ n മൈനസ് 0 ഫാക്ടോറിയൽ. അപ്പൊ n ഫാക്ടോറിയൽ ബൈ n ഫാക്ടോറിയൽ 1 ആണ്. np1 എന്ന് പറഞ്ഞാൽ n ആണ്. npn എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ ആണ്. പിന്നെ അറിഞ്ഞിരിക്കേണ്ടത് 0 ഫാക്ടോറിയൽ 1, 1 ഫാക്ടോറിയലും 1 ആണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുക. 0 ഫാക്ടോറിയൽ 1 ആണ്, 1 ഫാക്ടോറിയലും 1 തന്നെയാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിയാം. ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് 5 into 4pr എന്ന് പറയുമ്പോൾ 4 ഫാക്ടോറിയൽ ബൈ 4 മൈനസ് ആർ ഫാക്ടോറിയൽ എന്ന് വരും ഇക്വേഷൻ വെച്ചല്ലേ. npr എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ. ഇപ്പം 4pr എന്ന് പറയുമ്പോൾ 4 ഫാക്ടോറിയൽ ബൈ 4 മൈനസ് ആർ ഫാക്ടോറിയൽ ദാറ്റ് ഈസ് ഈക്വൽ ടു മറ്റേ 6 into 5pr മൈനസ് 1 എന്ന് പറയുമ്പോൾ 5 ഫാക്ടോറിയൽ ബൈ 5 മൈനസ് കഴിഞ്ഞ് ബ്രാക്കറ്റ് ആർ മൈനസ് 1. അതിന് ഒരുമിച്ച് എല്ലാം കൂടി ഫാക്ടോറിയൽ. ശ്രദ്ധിച്ചോളുക. npr എന്ന് പറഞ്ഞാൽ ഈ n ഫാക്ടോറിയൽ ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ എന്നാണ്. അപ്പൊ ഇവിടെ 6 into കഴിഞ്ഞ് 5pr മൈനസ് 1 എന്ന് പറയുമ്പോൾ 5 ഫാക്ടോറിയൽ ബൈ 5 മൈനസ് ആർ മൈനസ് 1. അപ്പൊ 5 മൈനസ് ആർ മൈനസ് 1 എഴുതിയാൽ തെറ്റാണ്. നെഗറ്റീവ് കഴിഞ്ഞ് ഇടയ്ക്ക് പ്ലസോ മൈനസോ ഉള്ള ടേം ആണ് വരുന്നതെങ്കിൽ നെഗറ്റീവ് കഴിഞ്ഞ് ബ്രാക്കറ്റ് കൊടുത്തിരിക്കണം. അപ്പൊ അതിന് മൊത്തത്തിനോടാണ് ഫാക്ടോറിയൽ വരുന്നത് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. അപ്പൊ നമുക്ക് 5 into 4 ഫാക്ടോറിയൽ ബൈ 4 മൈനസ് ആർ ഫാക്ടോറിയൽ എന്നുള്ളത് നമ്മൾ ഒന്നുകൂടെ കറക്റ്റ് അങ്ങനെ എഴുതുക. 4 മൈനസ് ആർ ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു 6 into 5 ഫാക്ടോറിയൽ ബൈ ഇത് ബ്രാക്കറ്റ് മാറ്റുമ്പോൾ 5 മൈനസ് ആർ പ്ലസ് 1 ഫാക്ടോറിയൽ എന്ന് വരും. അത് 6 മൈനസ് 1 ആർ ഫാക്ടോറിയൽ എന്നാണ് വരുന്നത് അല്ലെ. 5 മൈനസ് ആർ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 1. അപ്പം 5 പ്ലസ് 1 6 മൈനസ് ആർ ഫാക്ടോറിയൽ എന്ന് വരും. 6 മൈനസ് ആർ ഫാക്ടോറിയൽ. അപ്പം 5 into 4 ഫാക്ടോറിയൽ ബൈ 4 മൈനസ് ആർ ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു 6. ഈ ലെഫ്റ്റ് സൈഡിന്റെ കൂട്ട് തന്നെ റൈറ്റ് സൈഡ് ആക്കണം. ഇവിടെ ഒരു 4 ഫാക്ടോറിയൽ ഉള്ളതുകൊണ്ട് ഈ 5 ഫാക്ടോറിയലിനെ ഞാൻ 5 into 4 ഫാക്ടോറിയൽ എന്ന് എഴുതിക്കൊണ്ട് നിർത്തി. യഥാർത്ഥത്തിൽ 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 5 into 4 into 3 into 2 into 1. നമുക്ക് ആവശ്യമുള്ള അത്രയും വരെ എഴുതിയാൽ മതി. ഇവിടെ ഒരു 4 ഫാക്ടോറിയൽ ആയതുകൊണ്ട് 5 into 4 ഫാക്ടോറിയൽ. 6 മൈനസ് ആർ ഫാക്ടോറിയലിനെ നമുക്ക് 6 മൈനസ് ആർ into 6 മൈനസ് ആറിൽ നിന്ന് ഒന്ന് കുറഞ്ഞ് 6 മൈനസ് ആറിൽ നിന്ന് ഒന്ന് കുറയുമ്പോൾ 5 മൈനസ് ആർ 5 മൈനസ് ആർ into ഇനി 5 മൈനസ് ആറിൽ നിന്ന് ഒന്ന് കുറഞ്ഞ് 5 മൈനസ് ആറിൽ നിന്ന് ഒന്ന് കുറയുമ്പോൾ 5 മൈനസ് 1 4 മൈനസ് ആർ 4 മൈനസ് ആർ പിന്നെ അങ്ങോട്ട് കുറയ്ക്കുന്നില്ല ഫാക്ടോറിയൽ അവിടെ വരെ അങ്ങ് എഴുതുക. കാരണം ഇവിടെ അതാണ് വന്നിരിക്കുന്നത് 4 മൈനസ് ആർ ഫാക്ടോറിയൽ. ഇപ്പൊ 7 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 7 into അതിനകത്ത് ഒന്ന് കുറയുന്നു 6 into വീണ്ടും ഒന്ന് കുറയുന്നു 5 into അങ്ങനെയാണ് വരുന്നത്. ഇപ്പൊ ഇവിടെ നമ്മൾ 6 മൈനസ് ആർ അതിനകത്ത് ഒന്ന് കുറയുമ്പോൾ 5 മൈനസ് ആർ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 6 മൈനസ് 1 5 മൈനസ് ആർ 5 മൈനസ് ആർ ഒന്ന് കുറയുമ്പോൾ 4 മൈനസ് ആർ അങ്ങനെ വരും. അപ്പോൾ നമ്മൾ നോക്കിയ ലെഫ്റ്റ് സൈഡിലെ 5ഉം റൈറ്റ് സൈഡിലെ 5ഉം ക്യാൻസൽ ചെയ്തു. ലെഫ്റ്റ് സൈഡിൽ ന്യൂമറേറ്ററിൽ 4 ഫാക്ടോറിയൽ ക്യാൻസൽ ചെയ്തു. ബാക്കി അപ്പൊ ഇവിടെ 1 ഉണ്ട്, ഇവിടെ 1 ഉണ്ടെന്ന് സങ്കല്പിച്ചു കൊടുക്കുക. 4 മൈനസ് ആർ ഫാക്ടോറിയൽ 4 മൈനസ് ആർ ഫാക്ടോറിയൽ ഒരുമിച്ച് ക്യാൻസൽ ചെയ്തു. ബാക്കി 1 എന്ന് പറഞ്ഞാൽ 1 by 1 എന്നാണ്. 1 by 1 ഈസ് ഈക്വൽ ടു 6 into 1 6 by 6 മൈനസ് ആർ into 5 മൈനസ് ആർ. നമ്മൾ ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 6 മൈനസ് ആർ into 5 മൈനസ് ആർ ഈസ് ഈക്വൽ ടു 6. 6 മൈനസ് ആർ into 5 മൈനസ് ആർ ഈസ് ഈക്വൽ ടു 6. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. നമ്മള് അപ്പോൾ ബ്രാക്കറ്റ് ആകുമ്പോൾ 6 into 5 30 minus 6 r minus
5r minus into minus plus r square is equal to 6. Okay. അപ്പൊ നോക്കി, r square minus 11r, r square minus r minus 5 minus 11r plus 30, 6 കൂടെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരിക, minus 6 is equal to 0. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കിയാണ്. ആദ്യം r square ഇട്ടെ, പിന്നെ minus 6 minus 5 minus 11r plus 30 minus 6 0. അപ്പോൾ r square minus 11r plus 24 is equal to 0. ഓക്കെ. അപ്പൊ നമ്മൾ രണ്ട് നമ്പർ ആഡ് ചെയ്യുമ്പോൾ മൈനസ് 11ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 24ഉം വരുന്ന ഏതൊക്കെയാണെന്ന് നോക്കിയാൽ മതി. ക്വാഡ്രാറ്റിക് അല്ലെ മൈനസ് ബി പ്ലസ്, അപ്പൊ a 1 b മൈനസ് 11 c 24 വെച്ചിട്ട് മൈനസ് ബി പ്ലസ് ഓർ r is equal to മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac by 2 എന്ന് വെച്ച് വേണേ ചെയ്യാം. അല്ലെങ്കിൽ രണ്ട് നമ്പർ ആഡ് ചെയ്യുമ്പോൾ മൈനസ് 11ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 24ഉം വരുന്ന ഏതൊക്കെയാണെന്ന് നോക്കി, മൈനസ് 8ഉം മൈനസ് 3. രണ്ടുകൂടെ ആഡ് ചെയ്യുമ്പോൾ മൈനസ് 11, രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് 24. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് സൈൻ അങ്ങ് എടുത്താൽ എഴുതുവാണെങ്കിൽ ഇങ്ങനെ എഴുതണം, r മൈനസ് 8 ഇൻറ്റു r മൈനസ് 3 0. അപ്പോൾ p ഇൻറ്റു q 0 ആണെങ്കിൽ എയ്തർ p is equal to 0 or q is equal to 0. p ഇൻറ്റു q 0 ആണെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം 0 ആയിരിക്കും. r മൈനസ് 8 0 or r മൈനസ് 3 0. അപ്പം r is equal to 8, r is equal to 3. പക്ഷെ നമ്മൾ ഇത്രയും സ്റ്റെപ്പ് എഴുതേണ്ട കാര്യമില്ല. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ രണ്ട് നമ്പർ ആഡ് ചെയ്യുമ്പോൾ മൈനസ് 11ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 24ഉം വരുന്ന ഏതാണെന്ന് നോക്കാം. അതിന്റെ ഓപ്പോസിറ്റ് സൈൻ r ആയിട്ട് എഴുതിയാൽ മതി. r is equal to 8, r ഈ രണ്ട് സ്റ്റെപ്പ് എഴുതണമെന്നില്ല. r is equal to 8, r is equal to 3 എന്ന് എഴുതിയാണ്. കാരണം ഈ വാല്യൂ കൊടുക്കുമ്പോഴാണ്, ഈ ആറിന്റെ സ്ഥാനത്ത് കൊടുക്കുമ്പോൾ ആൻസർ 0 വരണം, അത്രേ ഉള്ളൂ. പക്ഷെ ഇത് കൊടുത്താൽ കിട്ടത്തില്ല, അതുകൊണ്ട് ഓപ്പോസിറ്റ് സൈൻ ആണ് വരുന്നത്. ഇതാണ് അതിന്റെ മെത്തേഡ്. പക്ഷെ നമ്മൾ ഇങ്ങനെ ചെയ്താലും മതി, r is equal to 8, r is equal to, പക്ഷെ r is equal to 8 is not possible. കാരണം എന്താണെന്ന് നിങ്ങൾ നോക്കൂ, r is equal to 3 ആയിരിക്കും. എന്താണ് r is equal to 8 not possible എന്ന് പറയാൻ കാര്യം, ആ ക്വസ്റ്റ്യനകത്ത് r എന്ന് പറഞ്ഞാൽ 5pr എന്നല്ലേ വന്നിരിക്കുന്നത്. നോക്കി ക്വസ്റ്റ്യൻ കണ്ടോ, 5pr എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കുക ഇതിനേക്കാൾ വലിയ നമ്പർ ആയിരിക്കണം ഇവിടെ വരേണ്ടത്, അല്ലെങ്കിൽ ഇത് രണ്ടും തുല്യം വരെയാകാം. ഞാൻ അത് പറഞ്ഞിട്ടുണ്ട് ഇക്വേഷനകത്ത്. ഇവിടെ ഒരു കണ്ടീഷൻ കണ്ടോ, ഈ ഇക്വേഷൻ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു r എന്നാണ് ഇക്വേഷൻ. ഈ ആറിനേക്കാൾ വലുതായിരിക്കണം ഒന്നുകിൽ n, അല്ലെങ്കിൽ n-ഉം r-ഉം തുല്യം വരെയാകാം. ഒരിക്കലും ഇങ്ങനെ വരത്തില്ല, 3p8 എന്ന് വരത്തില്ല, അല്ലെങ്കിൽ 5p8 എന്ന്, ഇതിനേക്കാൾ വലിയ നമ്പർ ഇവിടെ വരാൻ പാടില്ല, സെയിം വരെ വരാം. അതുകൊണ്ട് r is equal to 8 is not possible, r is equal to 3. ഇതാണ് ആറിന്റെ വാല്യൂ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അടുത്തൊരു പ്രോബ്ലം ശ്രദ്ധിച്ചേ. How many 4-digit numbers are there with no digit repeated? How many 4-digit numbers? എത്ര നാലക്ക സംഖ്യ ഉണ്ടാകാം, പക്ഷെ ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. പക്ഷെ അപ്പൊ ഒരു കാര്യം ഓർക്കണം, തൊട്ട് മുമ്പ് ചെയ്ത പ്രോബ്ലത്തിനകത്ത് അവര് 1 മുതൽ 9 വരെ സംഖ്യ ഉപയോഗിക്കാമെന്ന് പറഞ്ഞായിരുന്നു. അത് മാത്രം ഉപയോഗിച്ചാൽ മതി. ഡിജിറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് 0 ഉൾപ്പെടും. പക്ഷെ മുമ്പിലത്തെ പ്രോബ്ലത്തിനകത്ത് 0 അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞു. 0 വേണ്ട, 1 മുതൽ 9 വരെ മതി എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ ഇവിടെ നോക്കാം. അപ്പൊ ഡിജിറ്റ്സ് ആർ 0 തൊട്ട് തുടങ്ങും. 0, 1, 2, 3, 4 എക്സെട്ര 9 വരെയാണ്. അപ്പൊ നമ്മളൊരു കോളം വരയ്ക്കുവാണെങ്കിൽ 4 പ്ലേസ്, ഇത് യൂണിറ്റ് പ്ലേസ്, ഇത് 10ന്റെ പ്ലേസ് ഒറ്റ 10, ഇത് 100ന്റെ പ്ലേസ്, ഇത് 1000ന്റെ പ്ലേസ് ആണ്. 1000 4 ഡിജിറ്റ് അല്ലേ. പക്ഷെ അപ്പൊ ഒരു കാര്യം, ഇവിടെ 0 ഉപയോഗിക്കുമ്പോൾ ഈ 0 ഈ 1000 അവിടെ വരാൻ പാടില്ല. കാരണം അവിടെ വന്നാൽ നമുക്ക് നമ്മളിങ്ങനെ 0 ആദ്യം വന്നാൽ 0721 എന്ന് പറയുമ്പോൾ അത് 3 ഡിജിറ്റ് നമ്പർ ആയിട്ട് അങ്ങ് മാറും. സംഖ്യക്ക് മുമ്പിൽ ഒരു 0 വന്നാൽ വാല്യൂ വിലയില്ല. അപ്പം ഇത് 4 ഡിജിറ്റ് നമ്പർ അല്ല. അപ്പൊ ഒരിക്കലും ഇവിടെ 0 വരാൻ പാടില്ല. എന്നാ 0 must not be placed on thousands place. 1000ത്തിന്റെ സ്ഥാനത്ത് 0 ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള കാര്യം ഓർത്തോണം. അപ്പൊ പിന്നെ ബാക്കി ഉപയോഗിക്കാവുന്ന ഏതൊക്കെയാ? 1, 2, 3 ബാക്കി റിമൈൻസ് എന്ത് ചെയ്യണം? ബാക്കി 9 നമ്പർ ഉപയോഗിക്കാം. അപ്പൊ നമ്പർ ഓഫ് 4 ഡിജിറ്റ് നമ്പേഴ്സ്, 4 ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോളുക, ഇവിടെ 0 വന്നില്ല, ഇവിടെ 1 വരാമല്ലോ, 1000 എന്നുള്ളത് തുടങ്ങാമല്ലോ, 2 തുടങ്ങാം, 2000 തൊട്ട് 2 തുടങ്ങാം, 2000 തൊട്ടാവും, 3 തവണ 3000 സംതിങ് വരും,
4 വരാം, 5 വരാം, 6 വരാം, 7 വരാം, 7000, 8 വരാം, 8000, 9 വരാം, 9000 വരാം. അപ്പം അങ്ങനെ 9 എണ്ണം ബാക്കി ഉപയോഗിക്കാം. അപ്പം 9 എണ്ണം ഇവിടെ വരാം. 1 ഇവിടെ എഴുതിയിട്ട് ഇവിടെ സംഖ്യകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്യാം. 3 എണ്ണം ബാക്കി 3 നമ്പർ അറേഞ്ച് ചെയ്താൽ മതി. ആകെ 4 അക്ക സംഖ്യ. അതിനകത്ത് 1 എഴുതി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ 1 എഴുതാൻ പാടില്ല, റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. നോട്ട് ഡിജിറ്റ് റിപ്പീറ്റഡ്. അപ്പൊ പിന്നെ 2 എഴുതിയാൽ അങ്ങനെ ബാക്കിയുള്ള 2 ഒഴിച്ച് ബാക്കിയുള്ള സംഖ്യകൾ ഇവിടെ അറേഞ്ച് ചെയ്യാം. 3 സ്ഥാനത്ത് അറേഞ്ച് ചെയ്താൽ മതി. ഇവിടെ 1 എഴുതിയാൽ പിന്നെ ഇവിടെ 1 എഴുതാൻ പാടില്ല. ഇവിടെ 2 എഴുതിയാൽ പിന്നെ 2 ഇവിടെ എഴുതാൻ പാടില്ല. ഇവിടെ 9 എഴുതിയാൽ ഇവിടെ 9 എഴുതാൻ പാടില്ല. അപ്പം അങ്ങനെ തന്നെ 1, 2, 3, 4, 5, 6, 7, 8, 9 കണ്ടീഷൻ വരും. അപ്പൊ അതാണ് 9 ഇൻറ്റു എന്ന് വെച്ചിട്ട് പിന്നെ ഇനി വേണ്ടത് ഇവിടെ ഇപ്പൊ 9 എഴുതിയാൽ ബാക്കി. അപ്പൊ നോക്കി ഇവിടെ ആകെ 10 സംഖ്യ. പക്ഷെ 0 വേണം, ഇവിടെ വരാം, ഇവിടെ വരാം, ഇവിടെ വരാം. ആദ്യം 0 വരരുതെന്നുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ 1 എഴുതി കഴിഞ്ഞാൽ പിന്നെ ഏതൊക്കെ എഴുതാൻ പറ്റും? ഇവിടെ അറേഞ്ച് ചെയ്യാം. 0 എഴുതാം, 1 എഴുതാം, 2 എഴുതാം, 3 എഴുതാം, 4 എഴുതാം, 5 എഴുതാം, 6 എഴുതാം, 7 എഴുതാം, 8 എഴുതാം, 9 എഴുതാം. അല്ലേ? 0 കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എഴുതാൻ പറ്റുന്ന 1, 2, 3, 4, 5, 6, 7, 8, 9. 9 എണ്ണം. ആ 9ല് ബാക്കിയുള്ള 9 സംഖ്യകളിൽ 3 അടുത്ത് അറേഞ്ച് ചെയ്താൽ മതി. 9p3. ഈ 9 എഴുതുന്ന വെച്ചാൽ 0 ഇവിടെ എഴുതാൻ പാടില്ല. 0 ഒഴിവാക്കി 1, 2, 3 അങ്ങനെ 9 എണ്ണം ഇവിടെ എഴുതാം. അത് 9 ഇൻറ്റു അതിന്റെ മൾട്ടിപ്പിൾ ആകുന്നത്. പിന്നെ ബാക്കി 3 എണ്ണം അറേഞ്ച് ചെയ്താൽ മതി. പക്ഷെ ഇവിടെ ഏത് സംഖ്യ ഇപ്പൊ 1 എന്ന് ഇവിടെ എഴുതിയാൽ ബാക്കി ഇവിടെ 1 എഴുതാൻ പാടില്ല. അത് ആകെ 10 ഡിജിറ്റ് ആവുള്ളത്. അപ്പം ഇവിടെ ഒന്ന് എഴുതുന്നത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ബാക്കി 9 ഡിജിറ്റിനകത്ത് നിന്ന് 3 എണ്ണം അറേഞ്ച് ചെയ്യാം. അപ്പൊ 9 ഇൻറ്റു 9p3 എന്ന് പറയുമ്പോൾ 9 ഇൻറ്റു 8 ഇൻറ്റു 7. അപ്പൊ 9 ഇൻറ്റു 9 എന്ന് പറയുമ്പോൾ 81 ഇൻറ്റു 8 ഇൻറ്റു 7 56. അപ്പം 81 ഇൻറ്റു 56. ആൻസർ 6, 13, 5, 4. 4536. 4536. 4536 4 ഡിജിറ്റ് നമ്പർ ഇതിനകത്ത്. നോക്കി അടുത്ത ഒരു സംഖ്യ, ഒരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ നമ്പർ ഓഫ് 4 ഡിജിറ്റ് ഈവൻ നമ്പേഴ്സ് ഫ്രം ദ ഡിജിറ്റ്സ് 1, 2, 3, 4, 5. ഈ ഇത്രയും സംഖ്യയിൽ നിന്ന് ഒരു 4 അക്ക ഇരട്ട സംഖ്യ ഉണ്ടാക്കുക. ഇഫ് നോ ഡിജിറ്റ് ഈസ് റിപ്പീറ്റഡ്. പക്ഷെ ഡിജിറ്റ് ഒന്നും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മൾ നോക്കാം. ഇവിടെ യൂണിറ്റ് പ്ലേസ്, 10 പ്ലേസ്, 100ന്റെ പ്ലേസ്, 1000 പ്ലേസ്. അപ്പൊ ഇവിടെ വരേണ്ടത് ഈവൻ, അവസാനം ഈവൻ നമ്പർ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് യൂണിറ്റിന്റെ പ്ലേസ് ഈവൻ നമ്പർ വേണം. ഇവിടെ 2 ഈവൻ നമ്പർ ആണുള്ളത്, 2, 4. അപ്പൊ ഈ 2 നമ്പറാണ് ഇവിടെ വരേണ്ടത്. 2ഉം 4ഉം ആണ് ഇവിടെ വരേണ്ടത്. അപ്പൊ അതാണ് നമ്മൾ എഴുതുന്നത്. വി ഫിക്സ് 2 or 4 ഇൻ യൂണിറ്റ്സ് പ്ലേസ്. 2 or 4 ഫിക്സ് ചെയ്യാം. ദെൻ വി അറേഞ്ച് റിമൈനിങ് 3 ഡിജിറ്റ്സ്. ബാക്കിയുള്ള 3 ഡിജിറ്റ് നമ്മൾ അറേഞ്ച് ചെയ്താൽ മതി. ബാക്കി ഇവിടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള റിമൈനിങ് 3 ഡിജിറ്റ്സ് റിമൈനിങ്. ദെൻ വി അറേഞ്ച് റിമൈനിങ് ഡിജിറ്റ്സ്. 3 ഡിജിറ്റ്സ് പറയുന്നത് ബാക്കിയുള്ള എന്താണോ ബാക്കി, പിന്നകത്ത് ഒരെണ്ണം ഫിക്സ് ചെയ്താൽ ബാക്കിയുള്ള 1, 2, 3, 4 ഒരെണ്ണം ഫിക്സ് ചെയ്താൽ ബാക്കി റിമൈനിങ് 4 ഡിജിറ്റ്സ് ഫ്രം ഗിവൺ ഡിജിറ്റ്. അതിനകത്ത് നിന്ന് ഗിവൺ ഡിജിറ്റിൽ നിന്ന് 4 ഡിജിറ്റ് അറേഞ്ച് ചെയ്യണം. ഇൻ ഏത് പ്ലേസ്? 3 പ്ലേസസ്. 3 സ്ഥാനത്ത് അല്ലേ? അതായത് ദെൻ വി അറേഞ്ച്. അപ്പൊ ഇവിടെ ഒരെണ്ണം 2 എഴുതി കഴിഞ്ഞാൽ പിന്നെ 2 എഴുതാൻ ഒക്കത്തില്ല. ബാക്കി 1, 2, 3, 4 റിമൈനിങ് 4 ഡിജിറ്റ്സ് ഫ്രം 4 ഗിവൺ. 4 ഡിജിറ്റ്സ് എന്ന് പറയാം. 4 ഡിജിറ്റ്സ് ഇൻ 3 പ്ലേസസ്. 4 ഡിജിറ്റ്സ് ഇൻ 3 പ്ലേസസ്. ബാക്കിയുള്ള 4 ഡിജിറ്റ് ഈ 3 പ്ലേസിൽ അറേഞ്ച് ചെയ്താൽ മതി. അപ്പൊ ശ്രദ്ധിക്കുക. വി അറേഞ്ച്, കണ്ടോ, വി ഫിക്സ് 2 or 4 ഇൻ യൂണിറ്റ് പ്ലേസ്. യൂണിറ്റ് 2 എന്ന് എഴുതി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ 2 എടുക്കല്ല. 4 എഴുതി കഴിഞ്ഞാൽ 4 എടുക്കും. ബാക്കിയുള്ള 4 ഡിജിറ്റ്സ് എവിടെ അറിയണം? ഇൻ 3 പ്ലേസസ്. 3 പ്ലേസസിൽ അറേഞ്ച് ചെയ്യാം. അപ്പോൾ നമ്പർ ഓഫ് 4 ഡിജിറ്റ് നമ്പേഴ്സ്, നമ്പർ ഓഫ് 4 ഡിജിറ്റ് നമ്പേഴ്സ് ഈസ് ഈക്വൽ ടു 2 കണ്ടീഷൻ വരും. അപ്പൊ 2 ഇൻറ്റു 2 എന്ന് എഴുതിയുള്ള 3 അറേഞ്ച്മെന്റ് വരും, 4 എന്ന് എഴുതിയുള്ള 3 അറേഞ്ച്മെന്റ് വരും. നോക്കുക, 2 എന്ന് എഴുതിയിട്ട് 3 അറേഞ്ച്മെന്റ് വരും. 3 സംഖ്യകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്യുക. 4 എന്ന് എഴുതിയിട്ടുള്ള അറേഞ്ച്മെന്റ്, അതാണ് 2 എന്ന് എഴുതിയത്. ബാക്കി ഇനി ഇപ്പൊ 2 നമ്മൾ എഴുതി കഴിഞ്ഞാൽ ബാക്കി 4 ഡിജിറ്റ് ആണ്. ആ 4 ഡിജിറ്റിനകത്ത് നിന്ന് 3 ഇടത്ത് നമ്മൾ ഫില്ല് ചെയ്യണം. 4p3. ഇനി അതല്ല, നമ്മൾ ഈവൻ നമ്പറായ 4 എടുക്കുകയാണെങ്കിൽ 4 എന്ന് ഇവിടെ എഴുതിയതിനു ശേഷം ബാക്കി 1, 2, 3 4 സംഖ്യയിലെ ഏതെങ്കിലും 3 ഇവിടെ അറേഞ്ച് ചെയ്യാം. 4p3.
2 into 4p3, 4 into 3 into 2. That is 2 into 24. That is equal to 48.